എല്ലാവർക്കും നമസ്കാരം. മീഡിയ സെന്ററിന്റെ പുതിയ പോഡ്കാസ്റ്റിന് ഇന്ന് ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. പാട്ടുകളിലൂടെ, കഥകളിലൂടെ, മറ്റു വിശേഷങ്ങളിലൂടെ വളരെ പരിചിതനായ ഒരാൾ, കാണണമെന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ച ഒരാൾ ഇന്ന് മുന്നിൽ വന്നിരിക്കുകയാണ്. കവിയാണ്, കഥാകൃത്താണ്, പാട്ടുകാരനാണ്, വിശേഷണങ്ങൾ ഒത്തിരിയുണ്ട്. നമുക്കെല്ലാം പ്രിയപ്പെട്ട അഹമ്മദ് മൊയ്നുദ്ദീൻ ഇക്കയാണ് ഇന്ന് നമ്മോടൊപ്പം ഈ പുതിയ പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. മൊയ്നുക്ക, നമസ്കാരം. മൊയ്നുക്കയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ മൊയ്നുക്കയെ കാണാത്തവരുണ്ടെങ്കിലും മൊയ്നുക്കയുടെ പാട്ട് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അതിൽ നിന്ന് തന്നെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, തുണയാകും, മരമാകും എന്ന് തുടങ്ങുന്ന പാട്ട്, ഞാനത് പാടാത്തത് അത്ര ഗംഭീരമായിട്ട് ഒരാൾ എഴുതി വെച്ച ഒരു പാട്ട് വളരെ നല്ല രീതിയിലാണ് ആലപിച്ച് കേൾക്കേണ്ടത്. ഞാൻ അത്ര വലിയ ഗായകനല്ലാത്തത് കൊണ്ടാണ് ഞാനത് പാടാത്തത്. എന്നിരുന്നാലും ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് മൊയ്നുക്കയുടെ ആ വരികൾ. എന്നെങ്കിലും ഒരിക്കൽ ആ വരികൾ എഴുതിയ ആളെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഇവിടെ ഈ സ്റ്റുഡിയോയിൽ മൊയ്നുക്ക എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങൾ മൊയ്നുക്കയോട് ചോദിക്കാനുണ്ട്. അതിൽ ആദ്യം തന്നെ ഈ പാട്ടിനെ കുറിച്ചാവാം. ഞാൻ ആ പാട്ട് ശ്രദ്ധിക്കുമ്പോൾ വളരെ ലളിതമായ വരികളാണ്, എന്നിരുന്നാലും ഹൃദയത്തിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ഒരു ചിട്ടപ്പെടുത്തലാണ് ആ പാട്ടിന് പിന്നിലുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ ലളിതമായിട്ട് പാട്ടുകൾ എഴുതാനും കവിതകൾ എഴുതാനും ഒക്കെ അങ്ങേക്ക് സാധിക്കുന്നത്? രണ്ട് കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാം. ലളിതമായി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായ കാര്യമല്ല. എന്നാൽ ലളിതമായി ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിനോടും നമ്മുടെ കൂടെ നിൽക്കുന്നവരോടും നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള വാക്കുകളുടെ പരിമിതിയും കൂടിയാണ്. എത്രയും ഈ ഭാഷ അല്ലെങ്കിൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത്, മാധ്യമമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൺവേ ചെയ്യാനാണ്, മനസ്സിലാക്കാനാണ്. ഒരു കാര്യത്തെ ദുരൂഹമായിട്ട് നമ്മൾ പറയേണ്ടതില്ല. ഇപ്പോൾ ഭാഷയുടെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും സംസാര ഭാഷയിലായാലും ഒക്കെ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വരുത്താറുണ്ട് സ്വാഭാവികമായിട്ടും. ഇപ്പം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ പോലെ ആയിരിക്കില്ല ഒരു പക്ഷെ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല സുഹൃത്തിനോട് സംസാരിക്കുന്നത്. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ചെറിയ കുട്ടിയോട് സംസാരിക്കുന്നത്. ഇതിലൊക്കെ ഭാഷയിൽ നമ്മൾ ചെറിയ 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 വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ കുട്ടിനോട് നമ്മൾ ചോദിക്കുക, ഉമ്പം കുടിച്ചാ വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കും. നമ്മുടെ സുഹൃത്തിനോട് ഉമ്പം കുടിച്ചോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ അതിന് അർത്ഥ വ്യത്യാസം വരും. മാത്രമല്ല അതിന് യാതൊരുവിധ സാധ്യതയില്ല. അപ്പൊ ഭാഷയിൽ നമ്മൾ ഇങ്ങനത്തെ പദങ്ങൾ സ്വാഭാവികമായിട്ട് വരുന്നത്. ഇപ്പോൾ ഭാഷയും അതിൻ്റെ സാധ്യതകളെയും പഠിച്ചിട്ടൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന ഒരു കാര്യം എത്ര എളുപ്പത്തിൽ നിന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതിന് ഏറ്റവും സിമ്പിളായ ലളിതമായ വാക്കുകൾ നമ്മൾ തപ്പിപ്പിടിക്കുന്നു. ഞാൻ ലളിതമായി ജീവിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ലളിതമായി എഴുതുക എന്ന് പറയുന്നതും ഒരു ശ്രമകരമായ കാര്യം. ഞാൻ ആ പാട്ട് എഴുതിയത് ഏകദേശം 1 വർഷം എടുത്തിട്ടാണ്. അതായത് 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു എന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ പാട്ടിൻ്റെ ഒരു രീതി, ഞാൻ എൻ്റെ എല്ലാ പാട്ടുകൾക്കും ഞാൻ തന്നെയാണ് ട്യൂണ് ചെയ്യുന്നത്, ഈണം ചെയ്യുന്നത്. അപ്പോൾ ഒരു വരിയാവും. ഇപ്പോൾ ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും എന്നൊരു വരി കിട്ടിയതിന് ശേഷം ചിലപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടാവും അടുത്ത വരി എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വരിയെ ഞാൻ എൻ്റെ ഉള്ളിലിട്ടിട്ട് നിരന്തരമായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കും. അത് എഴുതുന്ന സമയത്ത് തന്നെ ട്യൂണിങ് വരും, കൃത്യമായിട്ട് വരും. ഞാൻ സത്യത്തിൽ മ്യൂസിക് പഠിച്ചിട്ടില്ല. എന്നോട് ഇതിൻ്റെ സാധ്യതകൾ രാഗമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിണിഞ്ഞു പോവുകയുള്ളൂ. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ വരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട് കടപ്പുറത്താണല്ലോ.
അവിടെ കുറേ കല്ലുകൾ കടപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഉം. അതിൻ്റെ ആദ്യ രൂപം ഭയങ്കര റഫായിട്ടുള്ള സാധനമായിരുന്നു. ഉം. ഇപ്പൊ എൻ്റെ തല പോലെയാണ് പല കല്ലുകളും. വളരെ തല പോലെ എന്ന് ഉദ്ദേശിച്ചത് കഷണ്ടി പോലെ എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലായി. മിനിസമായിട്ട് കിടക്കും. അത് നിരന്തരമായിട്ടുള്ള പിന്നെ തിരയടിച്ച് അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഉം. നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു Practice സാധനം. അതെ. makes a man perfect. അതിൽ ഒരു എനിക്ക് തോന്നുന്നു കവിത എഴുതാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിന് ട്യൂണൊന്നും ഒപ്പിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉം. അപ്പോൾ ഞാൻ കവിത എഴുതുമ്പോഴും ഞാനൊരു 12 പ്രാവശ്യം അത് മാറ്റി എഴുതാറുണ്ട്. ഉം. അതായത് കറക്റ്റ് ചെയ്യല്ലേ ചെയ്യുക, അങ്ങനെ തന്നെ കോപ്പി തന്നെ മാറ്റി എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നിൽക്കും. ഇനി മാറ്റി എഴുതുമ്പോൾ ഒരു വരിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയൊക്കെ വരും. ഇത് അവസാനം വരുമ്പോൾ ആ എഴുതിയത് തന്നെ ആവർത്തിച്ചാൽ ആ കവിത പൂർത്തിയായി ഞാൻ വിചാരിക്കുന്നത്. അവിടെ വെച്ച് നിർത്തും. അപ്പോൾ ചിലപ്പോൾ 10 12 തവണ നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കും. അപ്പോൾ നിരന്തരമായ ശ്രമങ്ങളാണ് എഴുത്ത്. അപ്പം ഞാൻ ഈ പാട്ടിലേക്ക് വരാം. പ്രകൃതിയും പ്രണയവുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രകൃതിയെക്കുറിച്ച് അതേസമയം തന്നെ പ്രണയം ഇത് പിന്നെ ക്ലബ് ചെയ്തിട്ടാണ് ഈ വരികൾ നമ്മുടെ ഉള്ളിലുണ്ടാവുക. നമ്മുടെ ആത്മസംഘർഷങ്ങളും നമ്മുടെ പ്രണയവും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെയാണ് ഈ എഴുത്തായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ രൂപം ചിലപ്പോൾ അങ്ങനെ ആയിക്കോളുന്നില്ല. അപ്പോൾ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഞാൻ റിയാദിൽ ഉണ്ടാകുമ്പോഴാണ് ഈ പാട്ട് എൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വരികളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സത്യത്തിൽ ഇതൊരു 10-12 വർഷം മുമ്പ് എഴുതിയ പാട്ടാണ്. അത് നമ്മൾ പല വേദികളും പലയിടത്തായിട്ട് പാടുന്നുണ്ട്. പക്ഷേ റസാക്കും ഇംതിയാസ് ബീഗവും പാടിയതിന് ശേഷമാണ് ആളുകൾക്ക് റസബീഗത്തിൽ വന്നതിന് ശേഷം ആളുകളിലേക്ക് ഇത് ഈ സാധനം കൂടുതലായിട്ട് അതിൽ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മൂലയിൽ ഇരുന്ന് പാടിയിട്ട് ആളുകൾ ഇത് കേൾക്കണം എന്നില്ല. അപ്പം നമ്മുടെ പാട്ട് കേട്ടിട്ടുള്ള ആളുകൾ വളരെ കുറച്ചായിരിക്കും. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ തരത്തിൽ ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രണയവും പ്രകൃതിയുമാണ് ഏറ്റവും കൂടുതൽ അതിൽ പ്രതിപാദ്യ വിഷയമായിട്ടുള്ളത്. കടപ്പാട്ടുകൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതിലൊരു നൊസ്റ്റാൾജിയയുടെ ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ റിയാദിന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇക്കയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഇക്ക പ്രവാസ ലോകത്ത് ആദ്യം അബുദാബിയിലെത്തി, പിന്നീട് സൗദിയിലെത്തി, പിന്നീട് ഖത്തറിലെത്തി. അപ്പോൾ ഒരു ഏകദേശം ഒരു 10-14 വർഷങ്ങളോളം അന്യനാട്ടിൽ ജോലി ചെയ്തിട്ട് തിരിച്ച് നാടിനോടുള്ള ഒരു സ്നേഹത്താൽ തിരികെ എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എപ്പോഴും വരികളിൽ നാടും നാട്ടുകാരും നാടിൻ്റെ നന്മയൊക്കെ കൊണ്ടുവരാനായിട്ട് ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പ്രവാസ ജീവിതത്തിലെ എങ്ങനെയായിരുന്നോ അന്നത്തെ കാലത്തെ അനുഭവങ്ങൾ? അന്നും എഴുത്തുണ്ടായിരുന്നോ? ഞാനിത് 10ാം ക്ലാസ്സിൽ പിന്നെ 8ാം ക്ലാസ്സിൽ നിന്നൊക്കെ തുടങ്ങി എഴുത്തിന്റെ ഒരു സാധനം ഞാൻ പറഞ്ഞല്ലോ, പണ്ട് മുതലേ നമ്മുടെ ഉള്ളിലുണ്ട് ഈ സാധനം. ഞാൻ ഇതിൽ പേർ പറയാനുള്ളൊരു കാര്യം, പ്രവാസ ജീവിതം എന്ന ഒരു സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം മനസ്സുകൊണ്ട് ഞാനെന്നും നാട്ടില്ല. എനിക്ക് പ്രവാസിയായി എന്നത് നമ്മൾ ദീർഘകാലം പിന്നെ മാറി നിൽക്കേണ്ടായിട്ട് വരും. അത് ജോലി സംബന്ധമായിട്ടാണ്. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ നാട് വിട്ടില്ല. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല് ഞാൻ പ്രവാസിയായിട്ടില്ല. അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ യാത്ര, ഞാൻ ദേശാഭിമാനിയുടെ എക്സിബിഷൻ സെക്ഷനിൽ, അതായത് ചിന്ത പബ്ലിഷേഴ്സിൻ്റെ എക്സിബിഷൻ സെക്ഷനിൽ ആണ് ജോലി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുക്കുമൂലകളിലും ഞാൻ എക്സിബിഷനുമായി ബന്ധപ്പെട്ടിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 10 ദിവസമെങ്കിലും ഉണ്ടാവും. ഈ 10 ദിവസത്തിൽ 10 ദിവസം ജോലി, 12 ദിവസം ജോലി ഉണ്ടാവും. എക്സിബിഷൻ 10 ദിവസമാണെങ്കിൽ 12 ദിവസം ഏകദേശം ജോലി ഉണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വിട്ടിക്കാണ്. ഞാൻ അപ്പോഴും എഴുതാറുണ്ട്, എനിക്ക് അബുദാബിയും റിയാദും തിരുവനന്തപുരവും കുന്നംകുളവും ഒക്കെ സമമാണ്. പക്ഷെ വീട്ടിൽ നിന്ന് ഞാൻ വിട്ടിക്കുന്നുണ്ട്. എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ പ്രവാസിയായി. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് ചിലപ്പോൾ 12 ദിവസം എന്നുള്ളത് ചിലപ്പോൾ 2-3 കൊല്ലം എന്നാവും
1.5 വർഷം എന്നൊക്കെ ആവാം. ഉം. പിന്നെ പ്രവാസ ജീവിതം ഏത് തരത്തിൽ നമ്മൾ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ മനുഷ്യരായിട്ടുള്ള കുറെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലെയല്ല. ഏതൊരു മനുഷ്യനും നമ്മുടെ നാട് വിട്ടു പോകുമ്പോഴാണ് നാടിൻ്റെ സൗന്ദര്യം മനസ്സിലാവും. മാത്രമല്ല അത് നമ്മ മേലെന്ന് നോക്കുന്നത് പോലെയാണ്. എഴുത്തിലായാലും നമ്മ മേലെന്ന് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണാം. മറ്റേത് അങ്ങനെയല്ല. നമ്മുടെ പേഴ്സ്പെക്റ്റീവുകൾ വ്യത്യാസം വരും. നാട്ടിലാകുമ്പോൾ നമ്മൾ നേരക്ക് നേരെ നോക്കാം, മുന്നിലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. പ്രവാസിയാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് നേരെ നിലക്കരിക്കും. ഇതിൽ വേറെ തമാശ, വളരെ ചെറുപ്പമാകുമ്പോൾ ഞാൻ കരുതിയത് അബുദാബി ഗൾഫ് എന്നൊക്കെ പറയുന്നത് മേലെ എന്നാ. കാരണം ഈ വിമാനമൊക്കെ പോണ മേലേക്കാണ്. അപ്പൊ പ്രവാസത്തിന്റെ നോട്ടം യഥാർത്ഥത്തിൽ അതാണ്. അതെ, നമ്മളിപ്പോ സിനിമയിലായ പോലും അത് വിഷ്വലൈസ് ചെയ്യുമ്പോ ഒരു പ്ലെയിൻ പറക്കും. അപ്പം മേലെ എവിടെയോ ആണ്. ഞാന് തമാശ പറഞ്ഞാല് ഈ കൗതുകങ്ങള് ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും. ഞാൻ ഒരു പെരുന്നാക്ക് എനിക്ക് ആദ്യമായിട്ട് ഒരു ബോട്ടിലെ അത്തറ് പെങ്ങള് തന്നു. ഇത് പള്ളി പോകുന്നതിന് മുമ്പായിട്ട്. പക്ഷെ ആദ്യം നമ്മളെയല്ലോ ഒരുക്കുക കുട്ടി എന്നുള്ള അർത്ഥം. ഈ ഇതിന്റെ മണം സഹിക്കാൻ പറ്റാണ്ട് ഞാനിതെടുത്ത് കുടിച്ചു. അത്തറ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിത് കുടിച്ചു. ഇത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണമത്ത്. അപ്പൊ എന്റെ മുടിയൊക്കെ ചെയ്ത് തന്ന് എന്നെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങള് മേലെ എൻ്റെ 5ാമത്തെ മകളാണ്. പിന്നെ ഓടിപ്പോയിട്ട് വരുന്നമത്ത് അവർ സ്ട്രക്കായിട്ട് നിൽക്കണം. കാരണം ഇത് കാലിയായി. ഇത് എത്രയോ സമയം ഉപയോഗിക്കേണ്ട സാധനം പിന്നല്ലേ നമുക്കറിയാം. ഇത് കാലിയായി. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് കുടിച്ച? ഞാൻ കുടിച്ചു. ഇതിന്റെ കൗതുകത്തിലാണ് ഇതെന്ത് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സംഗതി ഉണ്ട്. വളരെ ചെറുപ്പമാണ് കേട്ടോ. എന്തായാലും ചെറുപ്പാലും പലപ്പോഴും ഞാനത് കുടിച്ചു. ഞാൻ ആദ്യമായിട്ട് കുടിച്ച സ്പിരിറ്റാണ്, അവസാനമായിട്ട് കുടിച്ച സ്പിരിറ്റും അതാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ കാരണം വേറെയാണ്. എന്തുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്? ആളുകളൊക്കെ പറയുന്നൊരു കാര്യമാണ്, ലഹരി ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. സത്യത്തില് ലഹരി എന്ന് പറയുന്നത് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അത് പ്രൂവ് ചെയ്യേണ്ടത് സ്വന്തം ജീവിതം കൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ അത് ചെയ്തത്. അതായത് പൊതുവിൽ സമൂഹത്തിൽ അങ്ങനെ ചില ധാരണകളുണ്ട്. അലസഗമനക്കാരാണ് കവികള്, കഥാകൃത്തുക്കള് എന്നുള്ളൊരു ചിന്ത. അവര് കണ്ടിട്ടുള്ള ചില വാർപ്പ് മാതൃകകൾ വെച്ചിട്ട് എല്ലാ കവികൾക്കും ഈ ഒരു കഴിവ് കിട്ടുന്നത് ലഹരിയുടെ എന്ന് വിശ്വസിക്കുന്ന ആളുണ്ട്. അപ്പൊ എന്തായാലും മൊയിനുദ്ദീൻ എന്ന് പറയുന്ന കവി പറയുന്നത് ഈ ലഹരി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, മറ്റൊരു ലഹരിയല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മള് ഈ പിന്നെ കാരണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയാണ് അത്. ഞാനിപ്പോ അല്പസ്വല്പം മദ്യപിച്ചു എന്ന് വെച്ചിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ എരിവ് കഴിക്കാറില്ല. ജീവിതത്തിൽ ഞാൻ പാൽ ചായ കുടിച്ചിട്ടില്ല ഇതേവരെ കുടിച്ചിട്ടില്ല. കാപ്പി ഞാൻ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, അതുമാതിരി മറ്റുള്ള സാധനങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. എന്നാൽ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. പ്രീ ഡിഗ്രിക്ക് ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. അറിയാൻ വേണ്ടി ഒരു കൗതുകം. നമ്മുടെ ഹീറോയിസം തെളിയിക്കുന്ന പലപ്പോഴും ഈ സിനിമകളും. തീർച്ചയായിട്ടും. ഞാനേ ഇപ്പൊ ഈ അടുത്ത് VD സതീശൻ സാറ് മുഖ്യമന്ത്രി ആയല്ലോ, പഴയൊരു സിനിമയുമായിട്ട്, എനിക്ക് ആ സിനിമയുടെ പേര് ഓർമ്മയില്ല, അതിൽ സുകുമാരൻ മുഖ്യമന്ത്രി ആവുന്നൊരു സംഭവമാണുള്ളത്. അപ്പൊ മുഖ്യമന്ത്രി ആയിട്ടുള്ള പത്രസമ്മേളനത്തില് വളരെ കൗതുകം തോന്നിയൊരു വിഷയം എന്താ വെച്ചാൽ, അന്നത്തെ പത്രസമ്മേളനത്തില് മുഖ്യമന്ത്രിയായ സുകുമാരൻ സിഗരറ്റ് വലിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തില് സിഗരറ്റിന് പല മാനദണ്ഡങ്ങളുണ്ട്. ചിലപ്പോ പുരുഷത്വത്തിന്റെ, ഹീറോയിസത്തിന്റെ പ്രതീകമായിട്ട് നായകന്മാര് സിഗരറ്റ് വലിക്കുന്നു എന്നുള്ളൊരു. എന്റെ എനിക്ക് ഒറ്റയ്ക്ക് സിഗരറ്റ് വലിക്കാൻ പേടിയാ. നമ്മള് ഒരു ശ്രീകൃഷ്ണ തിയേറ്റർ ഉണ്ടായിരുന്നു ഗുരുവായൂര്. അവിടെ പോയി കുത്തിരുന്ന സിനിമ കാണുന്നേക്കാട്ടി വലിയൊരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ച്. അപ്പൊ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് അന്ന് തിയേറ്ററിനുള്ളിൽ സിഗരറ്റ് വലിക്കാം. സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കാണിക്കും, കസേരയിൽ ചവിട്ടരുത്, പുക വലിക്കരുത് എന്നൊക്കെ കാണിക്കും, വിരോധം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. പക്ഷെ അവിടെ നിന്ന് വലിക്കാം. ഒരു പാക്കറ്റ് ഇരുന്ന് വലിച്ചിട്ട് അത് കഴിഞ്ഞാൽ പോരും.
അപ്പോൾ സിഗരറ്റ് വലിക്കുന്നത് അന്നൊരു ഗംഭീര സംഭവമാണ്. ഹീറോയിസ് ആണെന്നുള്ള മാത്രമല്ല കൂടെയുള്ളവരെല്ലാവരും വലിക്കുന്നു. ഞാനാണ് എൻ്റെ ഒരു സുഹൃത്തിനെ ഇത് പഠിപ്പിച്ചത്. രവി എന്ന് പറഞ്ഞു, രവിയേട്ടൻ ഞാൻ വിളിക്കാം, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, കളിക്കൂട്ടുകാരനാണ്. ഞാനാണ് ഇത് പഠിപ്പിച്ചത്. വലിച്ചൂടാതെ. അപ്പോ അല്ല, അന്ന് രസകരമായിട്ടില്ല എനിക്ക് മോഹിനിക്കത് പറയുമ്പോ പലപ്പോഴും പറയാറില്ലേ, അന്ന് നിന്നെ മൂക്കി വട്ടത്തിൽ വിടാൻ പുക വിടാൻ പഠിപ്പിച്ചു ഞാനാന്നൊക്കെ പറഞ്ഞു. അതെ. യഥാർത്ഥത്തില് രവിയേട്ടന് ഇന്ന് വരെ പുകവലി നിർത്തിയില്ല. ഞാനതിന്ന് പിന്നെ പെട്ടെന്ന് കിറ്റായി. കാരണം വെച്ചാല് ഇത് ശരിയല്ല എന്ന് എനിക്കൊരു ബോധ്യപ്പെട്ടൊരു കാര്യം. 2 കാര്യമുണ്ട്. ഒന്ന്, വളരെ എക്സ്പെൻസീവാണ്. 2.5 രൂപക്ക് സിനിമ കാണാൻ പറ്റുന്ന ഒരു കാലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. 25 പൈസക്ക് 30 പൈസക്ക് സുഖം കിട്ടണ ഒരു കാലത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. ഇന്ന് 50 പൈസ പോലും ആർക്കും വേണ്ടാത്തൊരു കാലത്ത് ഇരുന്നിട്ട് ഈ കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ആരെയും ഉപദേശിക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, പേഴ്സണൽ ചോയ്സ്. ഒരാളെയും നമ്മൾ ഉപദേശിക്കേണ്ടതില്ല. ഒരാളെയും ഉപദേശമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സാധനം. സിഗരറ്റ് വലിക്കുന്ന ആള്, മദ്യപിക്കുന്ന ആള്, അവനിത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അവൻ്റെ ഇതിൻ്റെ പുറത്ത് പിന്നെ അറിയിപ്പുകൾ ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല, മനസ്സിലാക്കാഞ്ഞിട്ടുമല്ല. പക്ഷെ അത് നമ്മുടെ ഒരു സന്തോഷമാണ്. ആ സന്തോഷം വേറെ പലതും ആണ്, സന്തോഷം സന്താപവും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിനൊക്കെ ഒരേ കാരണം കണ്ടെത്തുന്നു. ഇങ്ങനെ ചെയ്യാൻ നമ്മൾ ഓരോ കാരണം കണ്ടെത്തുന്നു. അങ്ങനെ വേണ്ടതില്ലാന്ന് ഞാൻ തീരുമാനിച്ചു. ഈ പ്രവാസ കാലത്തായിരിക്കുമ്പോഴേ ഏതൊക്കെ മേഖലകളിലാണ് മോനിക്ക ഉണ്ടായിരുന്നത്? എന്തൊക്കെ ജോലികളാണ് ചെയ്തിരുന്നത്? ഞാന് ബേസിക് ഫോട്ടോഗ്രാഫറാണ്. 3 വർഷം ഞാൻ അബുദാബിയിൽ സ്റ്റുഡിയോ നടത്തി. സ്വന്തമായിട്ട് സ്റ്റുഡിയോ നടത്തി 90കളിൽ. ഫസ്റ്റ് കുവൈത്ത് വാറിൽ സദ്ദാം ഇറാഖ് കുവൈത്ത് പിടിച്ച ആ സമയത്ത് അവിടെ ഉണ്ട്. ആ അവസരത്തിലാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. പിന്നെ കുറച്ചു കാലം നാട്ടിൽ നിന്നു. അപ്പോൾ സ്റ്റുഡിയോ ആ പണിയെടുത്തത്. പക്ഷെ ഞാൻ പിന്നെ പോയത് ഒരു അമേരിക്കൻ പാസ്പോർട്ടിലാണ്. അത് ഈ സൗദിയിൽ ഞാൻ 8 വർഷം ഒരു അമേരിക്കൻ പാസ്പോർട്ടിൽ സാധാരണ ടീം മെമ്പറായിട്ട് കയറി സ്റ്റോർ മാനേജറല്ല, പിന്നെ മാനേജറായിട്ട് ആണ് ഞാൻ പിന്നെ പോരുന്നത്. സ്റ്റോർ മാനേജർ അതിൻ്റെ ഹെഡാണ്. നമ്മൾ ഇതിൻ്റെ ലെവലിൽ കൂട്ടി മാനേജർ ആവാം. 4 അസിസ്റ്റന്റ് മാനേജർമാരിൽ ഒരാളായിരുന്നു മാറി. സ്റ്റോർ കീപ്പർ ആയിരുന്നു ഒരു 7 വർഷം. കുറച്ച് കാലമാണ് ഞാൻ ഈ പറഞ്ഞിട്ട്. എന്തായാലും അത് ഇത് ഇട്ടിട്ടാ പോന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഖത്തറിലേക്ക്. അപ്പോൾ അതും ഹോട്ടൽ മേഖലയാണ്. അപ്പോൾ അവിടെ ഈ ബാർബിക്യൂ ചിക്കൻ്റെ ഒരു ഷോപ്പാണ്. 300 ഷോപ്പ് അവർക്കുണ്ട്. അതിൽ റിയാദിൽ 28 ഷോപ്പുണ്ട്. അതിൽ ഒരു ഷോപ്പിൽ 5 മാനേജർമാരിൽ ഒരാളാണ്. അത്രേ ഉള്ളൂ. ഗ്ലോബിന്റെ പടം ഇന്ത്യൻ ഞാൻ മാത്രമേ ഉള്ളൂ. അവര് ഈജിപ്ഷ്യൻസ് ഉണ്ടായിരുന്നു, ഫിലിപ്പീന് ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്ഥലങ്ങളിലെ. അപ്പൊ ഞാനും മുന്നത്തെ ഒരു പ്രവാസിയാണ്. അപ്പൊ എനിക്ക് ഈ പ്രവാസത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് നാട്ടിലുള്ള ആളുകളെ കാണാൻ പറ്റി, അവരോട് സംസാരിക്കാൻ പറ്റി, അവരോടൊപ്പം ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. അപ്പോഴും മോനിക്കയുടെ മനസ്സിൽ കെടാത്ത ശോഭ പോലെ, കെടാത്ത വിളക്ക് പോലെ നാടിന്റെ ഓർമ്മകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നീ അമ്മയെ കുറിച്ച് ഓർത്തുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ലേ? നീ സുഹൃത്തുക്കളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ലേ? നിത്യം ആലോചിച്ചിട്ടുണ്ടാവില്ലേ? എവിടുന്ന വിട്ടുപോകാൻ പറ്റുക? ഒരു കൂടി ബന്ധമുണ്ട്. തീർച്ചയായിട്ടും. ഇതില്ലാത്തവരുണ്ട് കേട്ടോ, ഇല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്. വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാത്ത ആളുകളുണ്ട്, പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. തീർച്ചയായിട്ടും. 2 തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. പക്ഷേ പ്രവാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഗൾഫാണ്. പ്രവാസം എന്ന് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾ ലോഞ്ചിന് പോയിട്ടും
കഷ്ടപ്പെട്ടിട്ടും പത്തേമാരി ആ വത്തേമാരിയിൽ പോയിട്ടും ഒരുപാട് നമ്മൾ അതൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ മരണത്തെ ഫേസ് ചെയ്തിട്ടൊക്കെ പോയിട്ടുള്ളതാണ്. ഉണ്ട്, ഉണ്ട്. ഇത് നല്ല ഉറപ്പാണ്. അവിടെ പോയി ഫ്ലൈറ്റ് ഇറങ്ങും, സമാധാനപരമായിട്ടുള്ള പോക്കണം. അതിസാഹസായിരുന്ന അതിഭീകരമായിട്ടിരുന്ന അനുഭവങ്ങൾ പട്ടിണി കിടന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഗൾഫിൽ പോലെ പട്ടിണി എടുക്കേണ്ടതല്ല. പിന്നെ സാങ്കേതിക വിദ്യയുടെ വ്യത്യാസം വന്നു, കണ്ട് സംസാരിക്കാം, എല്ലാ സൗകര്യങ്ങളും വന്നു. പറഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും ഈ പ്രവാസ ജീവിതത്തെ കുറിച്ച് പറയുമ്പോഴേ പ്രത്യേകിച്ച് ഞാനൊരു പാട്ടുകാരനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പ്രവാസത്തിലായിരിക്കുമ്പോ പങ്കജ് ഉദാസിന്റെ ഒക്കെ ചിട്ടിയായ, അതായത് ഒരു കത്തെഴുതി കാത്തിരുന്ന ഒരു കാലഘട്ടം, മാസങ്ങളോളം ഒരു കത്തെഴുതി മാസങ്ങളോളം കാത്തിരുന്ന് അത് കിട്ടുമ്പോൾ ഉള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടം. ഞാൻ പ്രവാസത്തിലെത്തുമ്പോഴേക്ക് ഈ കാലഘട്ടമൊക്കെ പോയിട്ടുണ്ടെങ്കിലും എന്റെ മുന്നത്തെ തലമുറയ്ക്ക് ഇത് അനുഭവിച്ച കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഈ ഗസലുകളൊക്കെ അന്ന് സ്ഥിരം കേൾക്കാറുണ്ടായിരുന്നു. ഞാൻ ഗസലുകൾ കുറെ അന്നും കേൾക്കാറുണ്ടായിരുന്നു. ഇതിലേ ഞാൻ ഈ പ്രവാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, കത്തുകളെ കുറിച്ചിട്ട്. പുതിയ തലമുറക്ക് അത് അനുഭവിക്കാനുള്ള യോഗമില്ല എന്ന് ഞാൻ പറഞ്ഞു. കത്തുകൾ വായിക്കുമ്പോൾ ഉണ്ടാവണേ ഒരു കത്ത് തന്നെ പല പ്രാവശ്യം വായിക്കാറുണ്ട്, പല പ്രാവശ്യം സങ്കടപ്പെടാറുണ്ട്, പല പ്രാവശ്യം സന്തോഷിക്കാറുണ്ട്. ഒരേ വാർത്ത. അതിന് വേറൊരു കാര്യം ഞാൻ പറയും. ഞാൻ ഒരു 18 വയസ്സിന് മുമ്പ് തന്നെ എൻ്റെ ഒരു കഥ എക്സ്പ്രസ്സിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. 18 വയസ്സിന് മുൻപ്. 18 വയസ്സ് 18 വയസ്സിന് കൂട്ടിക്കോ. അപ്പോ ഈ കഥ ഞാൻ നമ്മളെ വീട്ടിൽ വരുന്ന മാതൃഭൂമിയാണ്, ഇത് വന്നിട്ടുള്ളത് എക്സ്പ്രസ്സിലാണ്. അപ്പൊ എക്സ്പ്രസ് കിട്ടുക നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയിലാണ്, ചായക്കടയിലാണ്. അവിടെ പോയിട്ട് ഞാൻ വായിക്കും. കാരണം എനിക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് വേണം അവനോട് ആ പുസ്തകം ആ പേപ്പർ വാങ്ങിച്ചിട്ട് എനിക്ക് കൊണ്ടുവരാൻ. അതെനിക്ക് തരണം കേട്ടോ, എൻ്റെ കഥ വന്ന ആ പേജ് എനിക്ക് തരണം എന്ന് പറയാം. ഞാൻ ആ കടയിൽ ഇരുന്നിട്ട് ഒരു 35 പ്രാവശ്യം എൻ്റെ കഥ തന്നെ വായിച്ചു. തീർച്ചയായിട്ടും ഇത് എനിക്കിങ്ങനെ പറയണിട്ടൊന്നും യാതൊരു ചമ്മലുമില്ല, ഒരു വിഷമമില്ല. കാരണം വെച്ചാല് നമ്മുടെ സൃഷ്ടി എല്ലാവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതെ, ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കവിത എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അത് അച്ചടിച്ച് വരുമ്പോൾ സംതൃപ്തി, അത് പുസ്തകമായിട്ട് വരുമ്പോ ഉണ്ടാവും. ഒരു വരിയാണെങ്കിൽ പോലും നമുക്ക് അത് നമ്മുടെ സ്വന്തമാണല്ലോ. അതെ, നമ്മുടെ സ്വന്തം കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം അതിനോട് അതിനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എഴുതിയ അതൊരു വരിയാണെങ്കിൽ പോലും എത്ര സമയമാണ് നമ്മൾ അതിന്റെ പിന്നിൽ ഇരുന്നത് എന്നുള്ളത് വലിയൊരു കാര്യം. ഇതിലേ ഈ ധാരാളം വായിക്കുകയും ഭയങ്കര എഴുത്തുകാരനാണെന്നൊന്നും എനിക്കങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നു. എന്നാൽ അച്ചടിച്ച് കാണാനുള്ള കൗതുകമുണ്ട്. നമ്മൾ ആരേറ്റും കമ്പയർ ചെയ്യാനോ മത്സരിക്കാനോ പോയിട്ടില്ല. അവരവരെ വഴി, നമ്മൾ നമ്മളെ വഴി. ഒരുപാട് തിരസ്കാരങ്ങളും ആ സമയത്ത് ഉണ്ടായിണ്ടാവില്ല. അതായത് ഇപ്പൊ നമ്മള് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നു, അവര് പ്രസിദ്ധീകരിക്കാതിരിക്കുന്നു. തിരസ്കാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് തുടർച്ചയാണ്. എനിക്കിപ്പോ അത് വിഷമില്ലാതായി തീർന്നുണ്ട്. കാരണം ഇതൊരു ശീലായി. നമ്മള് പ്രതീക്ഷകളില്ലേ? ഇല്ല. ഇതില് പിന്നെ നമ്മൾ എഴുതുന്നത് മുഴുവൻ ശരിയാണെന്നുള്ള പക്ഷമൊന്നും എനിക്കില്ല. നമ്മൾ ചിലത് നല്ലത് എഴുതുന്നുണ്ടാവും, ചിലത് വളരെ മോശമായി എഴുതുന്നുണ്ടാവും. വായനക്കാരുടെ ഇതിന്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ 100 മീറ്റർ ഓട്ടത്തിന്റെ ജഡ്ജാണ് കൂട്ടം. നമ്മൾ രണ്ടാളും മുന്നിൽ ഓടി വരുന്ന ആളെ കൃത്യമായിട്ട് നമുക്ക് രണ്ടാൾക്ക് നിർണ്ണയിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പുതിയ കാലത്ത് അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടി അതൊന്ന് കൂട്ടിക്കും. മുന്നിൽ വരുന്ന ആളൊന്ന്, രണ്ടാമത് വരുന്ന രണ്ടാമൻ, മൂന്നാമൻ. ഒരു കവിതയെ വായിച്ചിട്ട് ഇത് ഒന്നാണ് രണ്ടാണെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? ആളുകളുടെ ചിന്തകൾ വ്യത്യാസം. അത് ഈ ജഡ്ജിന്റെ താല്പര്യവും മനോധർമ്മം പോലെ ഇരിക്കും. അതെ, നമ്മളെ നിഗമനം ഒരുപക്ഷെ ശരിയായിക്കോളുന്നില്ല. 5 ആള് വായിച്ചാൽ ചിലപ്പോൾ 5 ഉത്തരായിരിക്കും നമുക്ക് കിട്ടുക. അവരുടെ 5 പേരുടെ അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ അതിൽ ഒരു മാനദണ്ഡം. നമ്മളെ തന്നെ നമ്മുടെ ജീവിതവുമായി കലർത്തിയിട്ടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ത്രാസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ അളക്കുന്നത്. എൻ്റെ കയ്യിലുള്ള സ്വർണം തൂക്കണ ത്രാസാണ്. നിങ്ങളെ കയ്യിലുള്ള അനുഭവം എന്ന് പറയുന്നത് കിൻഡൽ കണക്കിനാണ്. ഈ കിൻഡൽ സാധനം ഈ സ്വർണം തൂക്കണ സാധനത്തിൽ വെച്ചാൽ ശരിയാവില്ല. മെഷർമെന്റ് നമ്മളെ കയ്യിൽ പലർക്കും പലതാ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനദണ്ഡങ്ങൾ അവനവന്റെ അനുഭവം വെച്ചിട്ടുള്ള മാനദണ്ഡമാണ്.
എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് കൂടുതൽ ഇടപെടാൻ പറ്റും. മറിച്ച് എനിക്ക് പരിചിതമല്ലാത്ത ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എനിക്ക് അധികം പറയാൻ ഇടപെടാൻ പറ്റില്ല. അപ്പോൾ നമ്മള് പ്രവാസത്തെ കുറിച്ച് പറഞ്ഞു, പാട്ടെഴുത്ത്, ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയി ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്റെ വലിയൊരു ആഗ്രഹം, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ആ പാട്ട് ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം ഞാൻ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട്. പക്ഷെ ആ വരികൾ എഴുതിയ ഒരാള് പാടുമ്പോ അതിന്റെ ഒരു ഫീൽ, ഇപ്പൊ നമ്മള് പുസ്തക വായനയെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ അതിന്റെ ഒറിജിനലിൽ നിന്ന് വരുമ്പോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ മൊയ്നിക്ക ഒരു 2 വരി നീയില്ലെങ്കിൽ ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും, നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും, ഞാനെങ്ങനെ നിഴലാകും, ഞാനെങ്ങനെ ഞാനാകും. മഴയേ നിലാമഴയേ മരമേ മരമേ മഴയേ നിലാമഴയേ മരമേ മരമേ. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. നേരു വളർന്നൊരു തൊടിയിൽ, വേര് നടന്നൊരു വഴിയിൽ, പേരറിയാത്ത കിളികൾ, പോരറിയാത്ത ചെടികൾ. നേരു വളർന്നൊരു തൊടിയിൽ, പേര് നടന്നൊരു വഴിയിൽ, പേരറിയാത്ത കിളികൾ, പോരറിയാത്ത ചെടികൾ. കനവിനെന്തു ഭാരം, കാഴ്ചയെത്ര ദൂരം, നോവിനെന്തു നീളം, ഞാൻ വിഴിയടക്കുവോളം. കനവിനെന്തു ഭാരം, കാഴ്ചയെത്ര ദൂരം, നോവിനെന്തു നീളം, ഞാൻ വിഴിയടക്കുവോളം. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. ഓർമ്മകൾ പൂത്തൊരു കൊമ്പിൽ, തുമ്പികൾ വെമ്പൽ കൊള്ളും, കുതിർന്ന മണ്ണിൻ മടിയിൽ നാമ്പുകൾ തൊഴുതു നിൽക്കും. ഓർമ്മകൾ പൂത്തൊരു കൊമ്പിൽ, തുമ്പികൾ വെമ്പൽ കൊള്ളും, കുതിർന്ന മണ്ണിൻ മടിയിൽ നാമ്പുകൾ തൊഴുതു നിൽക്കും. കാത്തിരുന്ന കാലം, കോർത്തുവെച്ച ബാല്യം, കൈപിടിച്ച നേരം, നമ്മെ നാം മറന്ന കാലം. കാത്തിരുന്ന കാലം, കോർത്തുവെച്ച ബാല്യം, കൈപിടിച്ച നേരം, നമ്മെ നാം മറന്ന കാലം. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും, ഞാനെങ്ങനെ നിഴലാകും, ഞാനെങ്ങനെ ഞാനാകും. മഴയേ നിലാമഴയേ മരമേ വേനൽ മരമേ. മഴയേ നിലാമഴയേ മരമേ വേനൽ മരമേ.
മരമേ വേനൽ മരമേ, മരമേ വേനൽ മരമേ. കുറച്ച് സമയം ഈ ഫ്ലോറിൽ നിന്ന് അങ്ങ് പോയി. ഭയങ്കര ഫീൽ. എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത്. ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും ഇത് ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് വരികൾക്ക്. അതുപോലെ എന്നെപ്പോലെ ഒരാൾക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ പറയുന്ന മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് കട വരികൾ. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് പാട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഞാൻ തുടങ്ങിയിട്ടുള്ള എൻ്റെ ആംബിയൻസ് മാറി. കാരണം എനിക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പോൾ അത് എഴുതിയ ഒരാളുടെ നാക്കിൽ നിന്ന് ആ പാട്ട് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇവിടെ സഫലീകരിക്കപ്പെട്ടു. പാട്ടുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വലിയ വലിയ ഗായകരായിട്ടുള്ള ആളുകളുടെ കൂടെയൊക്കെ മൈനുക്ക അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ രംഗത്ത്. ഇപ്പോൾ ജി വേണുഗോപാലിനെ പോലുള്ള ആളുകൾ, സിത്താര കൃഷ്ണകുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ. അപ്പൊ അതെന്തായിരുന്നു അവരുമായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ഒരു അനുഭവം? അവരൊക്കെ ലെജൻഡുകളായിട്ടുള്ള നല്ല മനുഷ്യരാണ്. പാട്ടുകൾ പാടുന്നവരെല്ലാവരും ഭയങ്കര നല്ലവരാണ്. ഭയങ്കര എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണ്. പക്ഷെ അത് നമ്മളത് പറഞ്ഞ് ആ വാക്കിനെ നമ്മൾ വേറെ തരത്തിൽ അർത്ഥം വരുത്തിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അടിപൊളി എന്നൊക്കെ പറയുന്ന സാധനം തകർത്തു എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവായിട്ടല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത്. തകർത്തു എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ പൊളിച്ചത്. പക്ഷെ അതിന്റെ അർത്ഥം മാറിയതുകൊണ്ട് അതിന് അർത്ഥവ്യത്യാസം വരും. അടിപൊളി എന്ന് പറഞ്ഞൊരു സാധനം മുമ്പ് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിഞ്ഞൊരു സാധനം, അടിപൊളിഞ്ഞ സാധനം വെച്ചാൽ ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ അടിപൊളി എന്ന് പറഞ്ഞാല് ഏറ്റവും ബെറ്റർ എന്നുള്ള അർത്ഥത്തില്ല. ആ അർത്ഥത്തിൽ പറയുമ്പോൾ അവരൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റിയ നല്ല മനുഷ്യരാണ്. ഞാൻ ഇടപെട്ടിട്ടുള്ള എല്ലാ പാട്ടുകാരും അത് എല്ലാ അർത്ഥത്തിലും വളരെ സിമ്പിളായിട്ടുള്ള, വളരെ നല്ലവരായിട്ടുള്ള, പാട്ട് ഇഷ്ടപ്പെടുന്ന, പാട്ടൊരു മനുഷ്യനെ ഭയങ്കരമായിട്ട് ശുദ്ധീകരിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പാട്ട് ഭയങ്കര റിലാക്സ് അല്ലേ? നമ്മൾ സന്തോഷം വരുമ്പോൾ എന്താ ചെയ്യുക? പാട്ട് പാടാത്ത ഒരു മനുഷ്യരും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ചിലപ്പോൾ സ്റ്റേജിലൊന്നും ആയിരിക്കണമെന്നില്ല, നാലാൾ കേൾക്കുകയായിരിക്കുമെന്നില്ല, പക്ഷെ കുളിക്കുമ്പോഴെങ്കിലും ഒന്നും മൂളാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. കാരണം പാട്ട് നമുക്ക് തരുന്ന ആനന്ദം, റിലാക്സ് ചെറുതല്ല. നമ്മൾ എത്ര നന്നായി പാടുന്നു എന്നതിനപ്പുറത്ത് നമ്മൾ പാടുന്നു എന്നുള്ളതാണ്. പാടാൻ അറിയാത്തവരും പാടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരാളോട് നമ്മൾ ചോദിക്കുന്നു പാടുവോ? ഇല്ല. എന്നാ പാടാറില്ലേ? ഉണ്ട്. മനസ്സിലെങ്കിലും ഒരു പാട്ട് പാടാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഈ പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എഴുത്ത് തുടങ്ങിയ കാര്യം പറഞ്ഞു. മനസ്സില് പാടി തുടങ്ങിയത് ജനിച്ച കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ പാടി തുടങ്ങുന്ന ആളുകളാണ്. അപ്പോ ഫാമിലിയുടെ, അതായത് ഇപ്പോ 10 മക്കളുള്ള ഒരു ഫാമിലി, അവരെ നോക്കുന്ന ഉപ്പ ഉമ്മ, അവരിലൊരാളായിട്ടുള്ള മൊയ്നിക്കയുടെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തുടക്കകാലത്ത് തന്നെ നല്ല പ്രോത്സാഹനം ഉണ്ടോ? കാരണം എന്താ വെച്ചാൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, അന്നത്തെ അവസ്ഥ, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ ഇപ്പൊ പലപ്പോഴും പലരും പറയാറുണ്ട്, എനിക്ക് അന്ന് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു, അന്ന് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അവരത് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള പല തരത്തിലുള്ള അഭിപ്രായങ്ങളെ കേൾക്കാറുള്ളത്. ഇത് കേൾക്കുന്നത് ഈ കാലഘട്ടത്തിലെ ആളുകൾ കൂടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എഴുത്തുമായി ബന്ധപ്പെട്ട്, പാട്ടുമായി ബന്ധപ്പെട്ട് ഒരുവിധ പ്രോത്സാഹനവും ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. എന്നെ ഊർജപ്പെടുത്തിയത്, എന്നെ പിന്നിൽ നിന്ന് സഹായിച്ചത്, പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കള് ഭയങ്കര സന്തോഷത്തോടു കൂടി എന്നോട് ചേർത്ത് നിന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ എന്നെ രൂപപ്പെടുത്തിയതിൽ അവർക്കാണ് പങ്ക്. വീട്ടിൽ നിന്നൊരു പശ്ചാത്തലമില്ല, നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും കിട്ടിയില്ല. സുഹൃത്തുക്കൾ വളരെ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നുള്ള, അത് അവരുടെ തന്നെ ഒരു കാര്യം പോലെ. ഇപ്പൊ എനിക്ക് 8ാം ക്ലാസ് മുതലുള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. അതിന് അത്യാവശ്യം സുഹൃത്ത് വലയങ്ങളുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. സുഹൃത്തുക്കൾക്ക് ക്ഷാമല്ല. കടല് പോലെയാണ്. കടല് പോലെയാണ്.
ആ ഒരു കടൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. ആ. അപ്പൊ എനിക്ക് ഒരു അത് പ്രയാസമില്ല. സങ്കടക്കടലായാലും സന്തോഷക്കടലായാലും എല്ലാത്തരം കടലുകളും ഉണ്ട്. കടൽ എന്ന് പറഞ്ഞ ദുരൂഹതയും ഉം. നമ്മള് കാണാത്ത രഹസ്യങ്ങളും നമ്മൾ കാണാത്ത അതെ. സന്തോഷങ്ങളും നിറയുള്ളതാണ് കടൽ. ഉം. കടൽ എന്ന് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ആഴത്തിലാണ്. മൊയിനൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കടപ്പുറം ഉം. പഞ്ചായത്തിലാണ്, ആ. തീരദേശവുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ആ. ഒരാളാണ്. ആ. അതൊരു ആത്മബന്ധം ഉണ്ട്. ഒന്ന് വേറെ തന്നെയാണ്. ഇതില്ലേ കടലിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് കടലിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഉം. വളരെ കൃത്യമായി പറഞ്ഞ കടലിന്, കാരണം മീനുമായിട്ട് മീൻ തിന്നുന്നു എന്ന ബന്ധം എനിക്കുണ്ട് കടലേറ്റ്. അല്ലാതെ കടലിട്ട് എനിക്ക് വേറൊരു തരത്തിലുള്ള ബന്ധമില്ല. മീനും മീൻകാരനായിട്ടുള്ള ബന്ധം അതാണ് നമുക്കുള്ളത്. പക്ഷേ ഞാനൊരു കടപ്പുറത്തുകാരനാണെന്ന് വെച്ചാൽ കടലിനെ കുറിച്ച് നിനക്ക് എന്തറിയാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഉത്തരാണ്, എനിക്കൊന്നും അറിയില്ല. ഞാൻ അറിയാൻ ശ്രമിക്കുന്നത് കവിതകളിലൂടെ. ഉം. കവിതകളിൽ നിരന്തരമായിട്ട് കടൽ കയറി വരുന്നുണ്ട്. കടലിൻ്റെ കടലേറ്റം ഉം. വാസ്തവത്തിൽ കവിതകളിലുണ്ട്. ഉം. അത് ബോധപൂർവം വരുന്നൊന്നുമല്ല. ഞാൻ എഴുതിയല്ലോ ഇതിൽ കടലില്ലല്ലോ എന്ന് കരുതി ഉം. വരുന്നതല്ല അത്. ഉം. പക്ഷെ കടലിനെ ചുറ്റിപ്പറ്റി വരുന്നു. ആണ് കൂടുതലും കവിതകൾ. മരങ്ങളും കടലൊക്കെ തന്നെയാണ് എൻ്റെ ഉം. ഒരു ഇഷ്ട വിഷയം. പ്രകൃതി എന്ന് പറയുന്നത് ആണെന്നാണ് കുറേം കൂടി. അത് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടാണ് നമ്മുടെ പരുവപ്പെടുത്തുന്നത്. നമ്മളെ ടൂൾ അതാണ്. ഉം. നമ്മളെ പരിവപ്പെടുത്തുന്നത്, നമ്മളെ സൃഷ്ടിക്കുന്നത്, മോൾഡ് ചെയ്യുന്നത്, നമ്മളെ അങ്ങനെ മിനുസമാക്കിയിട്ട് എടുക്കുന്നത് ഉം. നമ്മുടെ തന്നെ അനുഭവങ്ങളും ഉം. ചുറ്റുപാടുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവനൊക്കെ പറയുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നേരത്തെ ഈ സുഹൃത്ത് സംഗമങ്ങള് പറഞ്ഞില്ല, ഉം. ഞാൻ ഇടയ്ക്ക് എനിക്കത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്ന. അപ്പൊ വെറുതെ അല്ല ഈ സുഹൃത്ത് സംഗമങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഇപ്പൊ ഞാൻ തന്നെ ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കുന്ന ഫീലല്ല എനിക്ക് വരുന്നത്. കാരണം എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു ഫീലാണുള്ളത്. അപ്പൊ സ്വാഭാവികം ഞാൻ നിങ്ങളെ ചിരിക്കണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചിരിക്കണം. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളോട് എനിക്ക് ചിരിക്കാൻ കഴിയില്ല. ഉം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ സുഹൃത്താക്കി കഴിഞ്ഞു. പിന്നെ എനിക്ക് പ്രയാസമില്ല. തീർച്ചയായിട്ടും നമ്മൾ സുഹൃത്തുക്കളാവുമ്പോൾ നമ്മുടെ രക്തബന്ധത്തിനോട് പറയുന്നതിനേക്കാൾ ആത്മാർത്ഥമായും അതീവ രഹസ്യങ്ങളൊക്കെ കൈമാറാരോടാ? സുഹൃത്തുക്കളോടാണ്. അതെ. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ആയി എന്നാണ് എൻ്റെ അർത്ഥം. ഉം. എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടൊന്നുമില്ല. സുഹൃത്തുക്കളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു കവിത എഴുതിയെന്ന് കൂട്ടുക, ഞാൻ അപ്പോൾ ഉള്ള നമ്മുടെ ഇത് താല്പര്യമുള്ള ആളുകളുണ്ടല്ലോ, അതിൽ താല്പര്യമില്ലാത്തവരുണ്ട്. എല്ലാ ടൈപ്പ് സുഹൃത്തുക്കളുമുണ്ട് എനിക്ക്. അപ്പോൾ ഇപ്പം യൂണിയനിൽ ജോലി ചെയ്യുന്ന രാജൻ എൻ്റെ സുഹൃത്താണ്. അവനോട് കവിത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് യഥാർത്ഥത്തിൽ പിന്നെ അവനോട് കവിത വേണമെങ്കിൽ അവൻ കേട്ടിരിക്കും. ആയിരിക്കുന്ന ആളാണ്. ഞാൻ അവനോട് കവിതയെ കുറിച്ച് ഒന്നും പറയാറില്ല. വേറെ ഇതുമായി മാത്രം സംസാരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ അത് പറയും. രാഷ്ട്രീയം പറയുന്നവരുണ്ട്. രാഷ്ട്രീയം പറഞ്ഞാൽ തല്ലുകൂടലല്ല കേട്ടോ, നമ്മുടെ ഒരു കാഴ്ച വേറെയാണ്. ഞാൻ അതിന് ഇഷ്ടമല്ല, അങ്ങനെ ഇടികൂടണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളല്ല. എന്നാൽ വ്യക്തമായ കൃത്യമായ ഒരു രാഷ്ട്രീയ ആളാണ് ഉണ്ട് താനും. അതിന്റെ ശരി തെറ്റുകൾ നമുക്ക് ശരിയാണെന്ന കാലത്തോളം നമ്മൾ അതിന്റെ കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ ശരികളാണ് യഥാർത്ഥത്തിൽ. ഇനി ഇന്നത്തെ ശരി നാളത്തെ ശരി ആവണമെന്നില്ല. എൻ്റെ ബോധ്യങ്ങളെ തിരുത്തപ്പെടാത്ത കാലത്തോളം ഞാൻ ഈ ശരികളൊപ്പമാണ്. തീർച്ചയായിട്ടും അതാണ് അതിന്റെ കാര്യം. അപ്പോ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, ഞാൻ അങ്ങോട്ടാണ് വരുന്നത്, പല തരത്തിലുള്ള ആണും പെണ്ണും ഉണ്ട്. ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഉണ്ട്. ഇവരൊക്കെ എന്നോട് വളരെ ആത്മാർത്ഥമായിട്ടും അതുപോലെ തന്നെ തീവ്ര രഹസ്യങ്ങളും എന്നോട് പറയാറുണ്ട്. അതിൽ ഞാൻ എന്നെ ഒരു സുഹൃത്ത് ഒരു ദിവസം വിളിക്കണം, പേര് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ മോശമായത് കൊണ്ടാണ്. അയാൾക്കതൊരു വേറൊരു സാധനമല്ലോ. ഒരു ദിവസം രാത്രി 2 മണിക്ക് എന്നെ വിളിച്ചു, മോനുക്ക
എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അത്ര മോശക്കാരനല്ല ഇയാള്. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല മോനിക്ക. ആ. നിങ്ങളൊരു പാട്ട് പാടി തരും. ഞാൻ രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് കോലയമ്മ നൂത്തിരിക്കണം. ആ. ബെഡ്റൂമിലിരുന്ന് പാട്ട് പാടിയാൽ ഭാര്യ എന്ത് വിചാരിക്കും? അതെ. ഞാൻ പുറത്തിരുന്നിട്ട് പാട്ട് പാടി. പാട്ട് പാടി കൊടുത്തു. പാട്ട് പാടി. അപ്പൊ മൂപ്പര് വല്ലാത്തൊരു അവസ്ഥയിലാണ്, എനിക്കറിയാം. മൂപ്പരുടെ ഒരു ഫീലൊക്കെ എനിക്കറിയാം. ഈ രാത്രിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ പാട്ട് പാടി കൊടുത്തു. കുറെ നേരം സംസാരിച്ചു. എന്നോട് പറയണം, എനിക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയി കിടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. കിടന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം കാണുന്ന ആളാണ്, ഡെയിലി കാണുന്ന ഒരാളാണ് എന്നോട്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, എൻ്റെ ഒരു പാട്ട് നിങ്ങൾക്ക് ആശ്വാസമാകുമെങ്കിൽ എനിക്കത് അത് നല്ലതല്ലേ? രാത്രി 2 മണിക്ക് പാടാൻ എനിക്ക് പ്രയാസമില്ല. ഒരാള് എന്നെ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? രാത്രി 2 മണിക്ക് വിളിച്ചാലും ഫോൺ എടുക്കും, എൻ്റെ സങ്കടങ്ങളെ പറയാൻ എനിക്ക് സാധ്യമാക്കും എന്നാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന, എൻ്റെ പാട്ടുകൾ കേട്ടിട്ട് വലിയ ആൾക്കൂട്ടം വരുന്നത് എനിക്കൊരാഗ്രഹമില്ല. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ മുന്നിൽ ഞാൻ ഇരുന്ന് പാടും. കാരണം അയാൾ എൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെ, വാല്യൂ. പാട്ട് എന്ന് പറയുന്നൊരു കാര്യം നിന്നെ സന്തോഷിപ്പിക്കാനോ നിന്നെ സങ്കടപ്പെടുത്താനോ, ഒരു പാട്ടെങ്ങനെയാണ് നമുക്ക് ആസ്വാദ്യമാവുന്നത് നമുക്കറിയാം. ആ പാട്ടിൻ്റെ കൂടെ നിങ്ങളുടെ ഓർമ്മകൾ കൂടി വരുമ്പോഴാണ്, ആ ഓർമ്മകളുടെ ചേരുവകളാണ് നിന്നെ വിഷമിപ്പിക്കുന്നതോ സന്തോഷിപ്പിക്കുന്നതോ. ആ ഒരു സിറ്റുവേഷൻ കൂടി അതിൽ കയറി വരുന്നുണ്ട്. ഒരുപക്ഷെ ആ ശബ്ദം, ഒരുപക്ഷെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു വരി, അല്ലെങ്കിൽ അതിൻ്റെ സംഗീതം ഒക്കെ തന്നെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് പാട്ട് ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ളതാണ്. ഈ പാട്ട് ആ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. പാട്ട് ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ളത്. ഇപ്പൊ ചാവക്കാട് പോലൊരു പ്രദേശം പാട്ടുകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ടുകാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഗസലുകളുടെ അങ്ങനത്തെ കവിയരങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സംഗീത സദസ്സുകളെ കുറിച്ചാണ്. മൊയിൻ മ്യൂസിക് അതിന്റെ ടാഗ് ലൈൻ തന്നെ ലൈഫുമായിട്ടും ലവുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ടാഗ് ലൈനാണ്. എന്താണ് ക്ലിയർ ആയിട്ട്? ട്യൂണിങ് ലവ് ആൻഡ് ലൈഫ്. ട്യൂണിങ് ലവ് ആൻഡ് ലൈഫ്. ഈ മൊയിൻ മ്യൂസിക്കിന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നർഗീസ് എന്ന് പറയും. നർഗീസ് അവളാണ് എനിക്ക് ഈ ടാഗ് ലൈൻ സമ്മാനിച്ചു. ചില എഴുത്തുകൾ, ചില എന്തൊക്കെ പറയുമ്പോൾ നമ്മൾ പരസ്പരം നമ്മൾ പറയാറുണ്ട്, സുഹൃത്തുക്കൾ. അവൾക്ക് ഞാൻ എന്തെഴുതിയാലും അയച്ചു കൊടുക്കാറുണ്ട്. അവള് ഇവിടെ മറ്റേ പാടൂർ സ്കൂളിൽ ആണ് വർക്ക് ചെയ്യുന്നത്. ടീച്ചറാണ്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും രഹസ്യങ്ങളും ഒക്കെ പറയുകയും, എന്തുകൊണ്ടായിരിക്കും രഹസ്യങ്ങൾ എന്നോട് ഡംപ് ചെയ്യുന്നത്? അതിൽ 2 കാരണമുണ്ട്. ഞാൻ നല്ല കേൾവിക്കാരനാണ്. ഒരുപക്ഷെ എന്നോട് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അവർ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സൊല്യൂഷൻ ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ആശ്വാസം ഉണ്ടാവും. എഴുത്ത് അതുപോലെയാണ്. നമ്മുടെ മാനസികമായ സമ്മർദ്ദങ്ങളെ പകർത്തി വെക്കുമ്പോൾ നമ്മൾ ആശ്വസിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, എഴുതാൻ പറ്റാത്ത, ഞാൻ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര റിലാക്സ്. പക്ഷേ എഴുതാൻ പറ്റാത്ത ആളുകൾ എങ്ങനെയാണ് അവരെ ടെൻഷനെ ഒഴിവാക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ മാർഗ്ഗം അതാണ്. അപ്പോൾ ടെൻഷൻ വരുമ്പോഴൊക്കെ കവിത വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അത്. എന്നാലും ഞാൻ കവിതയ്ക്ക് വേണ്ടി ധ്യാനിച്ചിരിക്കുന്നുണ്ട്. എപ്പോഴും കടന്നു വരാം. ഉറക്കത്തിലാവാം, കുളിക്കുമ്പോഴാവാം, നടത്തത്തിലാവാം, ചിന്ത നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കവിത, എഴുത്ത് ഇവിടെ പരന്നു കിടക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിൽ പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണിൽ പെട്ടാൽ ഞാനത് ചൂണ്ടും. അപ്പൊ പലപ്പോഴും നമ്മുടെ ചില കവിതകൾ വായിക്കുമ്പോൾ ഇതിപ്പോ എനിക്ക് എഴുതായിരുന്നല്ലോ
എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ആ. യഥാർത്ഥത്തിൽ പക്ഷെ അവർക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. അവരെക്കാൾ മുമ്പ് ഞാനത് ചൂണ്ടി. ചിന്തിച്ചു. അതെ, അവരെക്കാൾ മുമ്പ് ഞാനത് ചൂണ്ടി. അതെ, നമ്മൾ വല എറിഞ്ഞു. എറിഞ്ഞു. ഞാനാണ് ഇത് ഫുൾ ടൈം കടലിലാണല്ലോ അതെ, കിട്ടുന്നത്. അപ്പോ എനിക്ക് കിട്ടാവുന്നത് അത്രയും ഞാൻ കോരിയെടുക്കും. കടലിലെ സമ്പത്ത് തീരുന്നില്ല. ഇല്ല ഇല്ല. എത്രയോ തലമുറ. അല്ല, ഈ പറയുന്ന ആളുകൾക്കുള്ള പരിശ്രമം എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ ഇതിന്റെ ആധാരമായിട്ടുള്ളത്. അതെ അതെ. നിരന്തരം പരിശ്രമിക്കുന്ന ഒരാളാണ്. അല്ല, ഇതില് പരിശ്രമം എന്ന് വെച്ചാൽ ഞാൻ കവിതയ്ക്ക് വേണ്ടി ടോർച്ചടിച്ച് നടക്കുന്നില്ല. പക്ഷെ എപ്പോഴും കടന്നു വരാം ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഒരു കരുതൽ എടുത്തിട്ടുണ്ട്. കാരണം നഷ്ടപ്പെട്ട കവിതകൾ, ഇപ്പോൾ നമ്മളിപ്പോ യാത്രയിൽ ഒരു സാധനം കിട്ടി, വീട്ടിൽ പോയിട്ട് എഴുതാം എന്ന് കരുതിയാൽ നടക്കില്ല. ആ സാധനം അപ്പൊ തന്നെ നോട്ട് ചെയ്തേക്കും. ഇപ്പൊ തന്നെ പോയിട്ടുണ്ടാവും. നഷ്ടപ്പെട്ട കവിതകൾ കുറെ ഉണ്ട്. ഇനി അത് നഷ്ടപ്പെടാൻ വയ്യ. നമ്മളെ കുരുക്കിട്ട് പിടിച്ചു. പിടിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ചില കവിതകളൊക്കെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് എന്ത്, ചില കവിതകൾ ആവർത്തനങ്ങളായി തീരുന്നുണ്ട് എന്നൊക്കെ ഒരു വിമർശനമുണ്ട്. ശരിയായിരിക്കും. പക്ഷെ അത് ഒന്നും ബോധപൂർവമല്ല സംഭവിക്കുന്നത്. ഇപ്പൊ ഒരേ സബ്ജക്റ്റിൽ ഇപ്പൊ അതൊരു സിഗ്നേച്ചറിന്റെ കൂടി ഭാഗമാണ് നമ്മുടെ ഒരു. ഞാൻ പ്രണയ കവിതകള് മാത്രമായിട്ട് 2 പുസ്തകം ചെയ്തിട്ടുണ്ട്. രണ്ട് പുസ്തകങ്ങൾ പ്രണയ കവിതകൾ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണയ കവിതകൾ സബ്ജക്ട് ബേസിൽ. അങ്ങനെ ഇപ്പം വേറൊരു കവിത ഉമ്മ കവിതകളുണ്ട്. ഉമ്മ എന്ന് പറയുന്നത് കിസ് എന്നുള്ള അർത്ഥത്തിൽ, ചുംബനം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനത്തെ ഒരു 100 കവിത, അങ്ങനത്തെ അത് ചെറിയൊരു പുസ്തകം, നമ്മുടെ ഒരു ഓട്ടോഗ്രാഫൊക്കെ സൈസ് വലിപ്പത്തിൽ അങ്ങനെ സാധനമൊക്കെയാണ്. ഒരു 5 പുസ്തകം വരാനുണ്ട് കവിതകൾ മാത്രമായിട്ട്. അതൊക്കെ ഇങ്ങനെ പല എഴുത്തായിട്ട് ഇങ്ങനെ നടക്കണുണ്ട്. ചിലപ്പോ ഈ വർഷം ഉണ്ടായിരിക്കും, ചിലപ്പോ. അപ്പോ കവിതകള് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. കവിതകള് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരും. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് കവിതയിലൂടെ സംസാരിക്കണമെന്നൊന്നുമില്ല. നമ്മൾ വളരെ വളരെ ലളിതമായി ഏറ്റവും മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുന്നു എന്നതാണ് അതിൽ കിട്ടുന്ന ഒരു സാധനം. അതായത് കേൾവിക്കാരനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ വാക്കുകളെ ലളിതമാക്കുന്നൊരു പ്രക്രിയ മൊയിനൊക്കെ ചെയ്യുന്നുണ്ട്. അത് കേൾവിക്കാരന് കിട്ടുന്ന തരത്തിൽ എന്ന് വെച്ചാല് അവന്റെ നെഞ്ചിൽ ഒന്ന് കൊളുത്തി വലിക്കണമുണ്ട്. അല്ല, അത് അങ്ങനെ ആവണം. ഈ യഥാർത്ഥത്തിൽ കവിത വായിച്ചു കഴിയുമ്പോൾ ബാക്കിയാവുന്നതാണ് കവിത. കവിത വായിച്ച് നിനക്ക് എന്താണോ ബാക്കിയായത് അതാണ് കവിത. കവിത ഏറ്റവും സുന്ദരമായത് എന്നല്ല പറഞ്ഞു. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ അത് കവിതയാണ്. അതിനപ്പുറത്ത് അതിന് പറയാനൊന്നുമില്ല. ഇപ്പോ നമ്മള് പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, കഥാസമാഹാരങ്ങള് കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മൊയിനക്കയെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തപ്പോ ഒരു ആർത്താറ്റ് കയറ്റത്തിന്റെ ഞാൻ കണ്ടിരുന്നു. ആർത്താറ്റ് കയറ്റം കയറുമ്പോൾ ഒരു കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര വിഷ്വലൈസേഷനാണ് അത് തരുന്നത്. അപ്പോ എനിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആർത്താറ്റ് കയറ്റം എൻ്റെ മുന്നിൽ വന്ന് നിന്നതുപോലെയുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ പലപ്പോഴും പല അനുഭവങ്ങളും എഴുത്തില് വരാറുണ്ട്. നാടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും. നാടിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. വീട്ടുകാരൊക്കെ ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ ലളിതമായിട്ടുള്ള ഭാഷയുടെ ഒരാളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് 2 കാര്യങ്ങളിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഒന്ന് മലയാളം, വളരെയധികം താല്പര്യമില്ല, ഞാൻ പാസ്സാവുന്ന വിഷയങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ മലയാളം, അതുപോലെ ഹ്യൂമാനിറ്റീസ്, ചരിത്രം, ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് എപ്പോഴും അത് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. എനിക്ക് അത് കാണാനുള്ളൊരു ശേഷി. അപ്പോൾ ഞാൻ കണ്ടിരുന്നതാണ് പാത്തുമ്മയുടെ ആട്, ബഷീറിന്റെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കവിതകളിലും കഥകളിലും ഒക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ടോ? എൻ്റെ കവിതകളിലൊക്കെ തന്നെ നാട്ടുകാര് ഇടിച്ചു കയറുക. നാട്ടുകാരില്ല, എന്നോട് വീട്ടുകാരും ഉണ്ട്. ഐഷ എന്ന് പറഞ്ഞ 2 കവിത തന്നെ ഉണ്ട് ഭാര്യനെ പറ്റി. ഉമ്മ, അങ്ങനെ എല്ലാ ആളുകളെയും ഞാൻ അതെ. യഥാർത്ഥത്തിൽ ഈ എന്നോട് ചിലർ പറഞ്ഞു, ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഒരാൾ പറയണം, നാട്ടുകാരാണ്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ട്ടാ,
ഞങ്ങളെ കുറിച്ച് എഴുതാം. എഴുതാം. പക്ഷെ അവരുദ്ദേശിക്കുന്ന എഴുത്ത് എന്താണെന്നറിയോ? ആ. നല്ലത് എഴുതണം. അതെ അതെ ഇവര് ഭയങ്കര സംഭവമാണെന്ന് എഴുതണം. അതെ എപ്പോഴാണോ ഇവർക്ക് കവിതയിലേക്ക് പ്രവേശനം കിട്ടാന്ന് എനിക്ക് പോലും അറിയില്ല. അതെ 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 നമുക്കിപ്പോ ഞാൻ ബൊഹാരി, Moment ആണ്. അതെ, ബൊഹാരിലാൽ ചൗഹാൻ എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു പുസ്തകം, ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ കഥാ സമാഹാരം. ആ. അത് ബദറു എന്ന് പറഞ്ഞ എന്റെ വളരെ അടുത്ത സുഹൃത്തിന്റെ ഒരു കഥയാണ്. ആ. ബദറുവിനെ കുറിച്ച് അല്ല, ഇത് കേൾക്കുന്ന സുഹൃത്തുക്കളൊന്ന് ആലോചിക്കണം. ഈ എല്ലാരും പോയിട്ട് ഒന്ന് റെഫർ ചെയ്ത് വെക്കും. അതെ, എന്റെ അതെ. കഥയുമായിട്ട്. അതെ, യഥാർത്ഥത്തില് സത്യം പറഞ്ഞാൽ ബദറുവിന് ചില കഥകളിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പല കഥകളിൽ ഇവൻ കയറി വരുന്നു. അതെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് കഥകൾ കൊണ്ടുവന്ന് തരുന്ന ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ബദറു. ആ. ബദറു എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. സുഹൃത്താണ്. യഥാർത്ഥത്തിൽ അവനക്ക് കഥ എഴുതാം, ഉം. പക്ഷെ അവർക്ക് എഴുതാൻ കഴിയില്ല എന്നാണ് അവൻ പറയുന്നത്. ഉം. കുറേ കഥകൾ അവൻ പറഞ്ഞ കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഉം. അവൻ പറഞ്ഞ കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ബദറു. ഉം. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ പറയുന്ന കഥകൾ ഉം. അത് നമ്മൾ കഥാപാത്രമാക്കുക, അവനെ തന്നെ കഥാപാത്രമാക്കിയിട്ട് ഉം. ഞാൻ ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ബൊഹാരിലാൽ ചൗഹാൻ എന്ന് പറഞ്ഞത്. ബുഹാരി. ബോംബെയിലുണ്ടായിരുന്നു കുറച്ച് കാലം. അതെ, ഇറങ്ങിയിട്ടുള്ള പുസ്തകം. ഇറങ്ങിയിട്ടുള്ള പുസ്തകം. ഇറങ്ങിയിട്ടുള്ള പുസ്തകം ഉം. അതിലാണോ ആർത്താറ്റുകയറ്റത്തിന്റെ? അല്ല അല്ല, ആർത്താറ്റ് ഏറ്റവും പുതിയ പുസ്തകമുണ്ട്, ആ. ചോർ ബസാർ. ആ. അതിലാണ് ഞാൻ അതിന്റെ കോപ്പി. ഇതിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നാട് വിട്ടിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ബോംബെയിലെ കാര്യം പറഞ്ഞു, ഉം. ചോർ ബസാർ. ഉം. ഇപ്പൊ ഡൽഹിയാണോ അതിന്റെ ബേസ്? അല്ല, അത് സൗദിയാണ്. സൗദിയാണ്. ചോർ ബസാർ അപ്പൊ അത് ബോംബെയാണ് ആ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ. യഥാർത്ഥത്തിൽ അതേപോലെ ഒരു സ്ഥലം ആ. സൗദിയിലുണ്ട്. സൗദിയിലുണ്ട്. അത് ഒരു വല്ലാത്ത അനുഭവം. മരുഭൂമിയിൽ പോയിട്ടുണ്ടോ? ഡെസേർട്ടിൽ പോയിട്ടുണ്ട്. പോയിട്ടില്ലേ? മരുഭൂമിയിൽ പോയാലേ പേടിയാവും. ഉം. എങ്ങനെ പേടിയാവുന്നറിയോ? ആകാശം ചുറ്റും വീണ് കിടക്കുന്നു. ആ. അതായത് നമ്മളിങ്ങനെ നിൽക്കണം, ആ. നിൽക്കുമ്പോ ചുറ്റും ആകാശം നിലത്ത് മുട്ടി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ തോന്നും. കാഴ്ചയുടെ പരിധിയാണ്. അതെ അതെ. അങ്ങനെയുള്ള ഒരു ഡെസേർട്ടിൽ എന്നെ ഒരു വെള്ളിയാഴ്ച എൻ്റെ സുഹൃത്ത് കൊണ്ടുപോകണം. ഉം. കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവിടെ വില കുറവാണ് സാധനങ്ങൾ. ഉം. 250 രൂപ 350 റിയാല് വിലയുള്ള ഷൂ 20 രൂപക്ക് എനിക്ക് അവിടെ കിട്ടി. ഓ. അത് യൂസ്ഡ് ആന്ന് പറയുന്നത് ചിലർ യൂസ്ഡ് അല്ല എന്ന് പറയുന്നു. ആ. അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അവിടുന്ന് ബ്ലാങ്കറ്റ് എടുക്കണം. വെയിൽ വെച്ചാൽ നട്ടപ്ര വെയിലാണ്. ആ. അതായത് രാവിലെ 4 മണിക്ക് തുടങ്ങും. വെയിൽ ചൂടായിട്ട് ഇങ്ങോട്ട് വരുമ്പത്തിന് പരിപാടി അവസാനം. ക്ലോസ് ആയി. അപ്പൊ മരുഭൂമി ആയിട്ടുള്ള സ്ഥലത്ത് ഓരോരുത്തർ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കണം. ഉം. A to Z എല്ലാം എന്ത് കിട്ടും. വേണമെങ്കിൽ കിട്ടും. ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും വാങ്ങിക്കാതെ അവിടുന്ന് പോരാൻ പറ്റില്ല. ഉം. 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 അങ്ങനെ ഒരു സാധനമുണ്ട്. ആ. വാങ്ങിക്കാം, വെറുതെ വരാൻ പറ്റില്ല എന്നർത്ഥം. ആ. പിന്നെ കുറേ ലാൻഡ് ക്രൂസും അതും ഇതൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ ആളുകളും വരുന്നവരും. ഇഷ്ടംപോലെ ആളുകളും ഉണ്ടാവും. മാർക്കറ്റിൽ നിന്ന് നടന്നെത്തിക്കില്ല അത്രയധികം ആളുകൾ. ഉം. അത് എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ട ഒരു സാധനമാണ്. ഉം. അത് വെള്ളിയാഴ്ച ഒരു 12 മണിക്കും 11-12 ആകുമ്പത്തിന് അത് പിരിഞ്ഞു പോയി. ഉം. പിന്നെ അടുത്ത വെള്ളിയാഴ്ച. ഉം. എല്ലാ വെള്ളിയാഴ്ചകളും എല്ലാ വെള്ളിയാഴ്ചകളും. അപ്പൊ അവര് പറയുന്നത് ചിലത് കള മുതലാണ്, ചിലത് കണ്ടു കണ്ടു കിട്ടിയതാണ്, ചിലത് ഇങ്ങനെ ഇത് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. ആ. എന്തോ ഞാൻ അവിടുന്ന് വാങ്ങി 20 രൂപ. സാമ്പത്തികമായിട്ട് നോക്ക്. 20 രൂപക്ക് ഞാൻ വാങ്ങിച്ച ജർമ്മനിയുടെ ഷൂ 6 കൊല്ലം ഞാൻ ചവിട്ടി. ഒരു കുഴപ്പമുണ്ടായില്ല. മനസ്സിലായി. അതാണ് ഞാൻ ഈ ചോർ ബസാറിന്റെ ഞാൻ നിങ്ങൾക്ക് പോകുമ്പോ ഒരു പുസ്തകം തരാം. ഉം. അതിൽ തീർച്ചയായിട്ടും. ഇപ്പോ 10 മക്കളിൽ ഒരുവനായിട്ടുള്ള ഒരാള്. 10 അല്ല 13 പ്രസവിച്ചിട്ടുണ്ട്. ആ. ഞാൻ കാണുന്നത്, ഞാനിപ്പം 8 പെങ്ങന്മാരെന്ന് പറഞ്ഞല്ലോ. ആ. അതിലൊന്ന് കുഞ്ഞുപ്പാടെ മകളാണ്. ഉം. ഞാൻ കരുതിയത് ഇതിൻ്റെ ഉമ്മയുടെ മോളാണെന്നാണ്. ഉം. അവരുമ്മ വേറെയാണ്. ഉം. പക്ഷെ ഞാൻ കാണുന്നത് എൻ്റെ പെങ്ങളായി തന്നെയാണ്. അവര് ഒരു കാരണവശാലും എന്നെ വേറൊരു തരത്തിൽ കണ്ടിട്ടുമില്ല. ഉം. അപ്പോ അതാണ് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടെന്ന് കരുതി. മനസ്സിലായി. അപ്പോ ഈ ഈ സ്ത്രീ പെണ്ണുങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഉം. എനിക്ക് അവരോട്, ആ സമൂഹത്തോട്, ആ വർഗത്തോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. കാരണം
അതിൻ്റെ മുഴുവനായ സ്നേഹവും അതിൻ്റെ കുഴപ്പങ്ങളും അതിൻ്റെ മനസ്സിലാക്കി. വേദനകളും മനസ്സിലാക്കി. ഞാൻ കണ്ടറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാവും. ഇതൊക്കെ നമ്മുടെ കഥകളിലും കവിതകളിലും ഒക്കെ ഉണ്ട്. ഒരു സ്ത്രീപക്ഷ ഉണ്ട്. എന്നോടേ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, മോനിക്ക എനിക്ക് ഒരു പേഡ് വാങ്ങിച്ചു തരും ചോദിച്ചു. അങ്ങനെ ഒരു കഥ ഉണ്ട്. രണ്ടാമത് ആ കഥയിൽ അവൾ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ എന്നോട് അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ പറയാറില്ല. അത് എന്തുകൊണ്ടെന്നാൽ അതൊരു പുരുഷൻ അങ്ങനത്തെ ഒരു ജെൻഡറിനോട് അങ്ങനെ പറയാം. ഇപ്പോഴത്തെ കാലത്ത് അല്ലട്ടോ പറഞ്ഞു, അങ്ങനെ പറയാൻ പ്രയാസം ഉണ്ടാവും. എന്നോട് അവർക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല. ഞാൻ സുഹൃത്തുക്കളായിട്ടൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴും തൃശ്ശൂർ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ പെൺസുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും, മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടോ എന്നൊക്കെ പറയും. നമ്മളൊരു ഹോട്ടലിൽ കയറണമെങ്കിൽ ആ ഒരു സൗകര്യം കൂടിയുള്ള സ്ഥലത്ത് കയറാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്കങ്ങനെ ലിംഗവ്യത്യാസം തോന്നിയിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കളോട് അങ്ങനെ നീ പെണ്ണായത് കൊണ്ട് ഇപ്പം നേരത്തെ ശ്രുതിയുടെ കാര്യമൊക്കെ പറഞ്ഞു, അവരൊക്കെ വളരെ ക്ലോസ് ആണ്. എല്ലാം പറയാവുന്ന, എല്ലാം സംസാരിക്കുന്ന, എല്ലാ അർത്ഥത്തിലും ഷെയർ ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പൊ അവർക്ക് ഞാനൊരു പുരുഷനല്ല, എനിക്കൊരു സഹജീവിയാണ്. സഹജീവി. അവർക്കെല്ലാം പറയാൻ എന്നോട്. ഞാനിപ്പോ ഒരു പേഡ് വാങ്ങിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞതല്ല, പക്ഷെ അതൊരു സംഭവമായ കാലം ഉണ്ടായിരുന്നു. അതെ, അതൊരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കുറെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് പാട്ടിനെ കുറിച്ച് സംസാരിച്ചു, പാട്ടെഴുത്തിനെ കുറിച്ച് സംസാരിച്ചു, കവിതയെ കുറിച്ച് സംസാരിച്ചു. വേറൊരു മുഖമുണ്ട് മോനിക്കയ്ക്ക്. അതായത് ഗംഭീരമായിട്ടുള്ളൊരു നടനാണെന്ന് കേട്ടു. കോപ്പിക്കോ കഥകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെറിയ കുറച്ച് ആൽബങ്ങളിലൊക്കെ സാന്നിധ്യം അറിയിക്കാൻ മോനിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഭിനയം ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണോ? ഇഷ്ടം നാടകങ്ങളിലൊക്കെ അങ്ങനെയുള്ള സ്കൂളിൽ നാടകം എഴുതിയിട്ടുണ്ട്. 5-6 നാടകം എഴുതി സകല കാര്യങ്ങളിലും. അതെന്ന് വെച്ചാല് ഇപ്പോ ഇരട്ട ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നുണ്ടല്ലോ. ആ കഥ എടുത്തിട്ട് ഷാജി നിഴൽ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള മാഷ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഉപജില്ലാ കലോത്സവത്തിൽ ഇതിനെ 3 ലെയറായിട്ട് അവതരിപ്പിച്ചു. അതായത് UP വിഭാഗത്തിലും ഈ നാടകം, അതിന് കുറച്ചുകൂടി മുതിർന്ന ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിട്ട് 3 ലെയറായിട്ട് ഈ നാടകം അവതരിപ്പിച്ചു. ഉപജില്ലയിൽ നിന്ന് 2 എണ്ണത്തിന് ഫസ്റ്റ് കിട്ടി, 1 എണ്ണത്തില് നല്ല നടനും നല്ല നടിയായി. അപ്പോൾ ഈ കഥ തന്നെ ഇതിൻ്റെ ഒരു വളർച്ച, ബാല്യം, കൗമാരം, മറ്റേ വാർദ്ധക്യം എന്നുള്ള ആ ഒരു ലെയറിൽ 3 സ്റ്റേജിൽ 3 കഥകളാക്കിയിട്ട് ഒരേ സാധനം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ 3 നാടകങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചാൽ ഒരു നാടകമാവുകയും ഒരു പീസ് എടുത്താൽ അതിന് സെപ്പറേറ്റ് വേറെ നാടകമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഷാജി നിഴൽ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് ചെയ്തത്. അപ്പോൾ നാടകങ്ങളില് മൊയ്നിക്ക അടയാളപ്പെടുത്തുമ്പോ എനിക്ക് തോന്നണത് കൈവയ്ക്കാത്ത മേഖലകൾ അധികം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പണ്ട് കത്തുകള്, പ്രണയലേഖനങ്ങള് ഒക്കെ തുടങ്ങിയ ഒരു എഴുത്തും, പിന്നെ അവിടെ നിന്ന് അത് കഥയായി, കവിതയായി, പാട്ടായി, പാട്ട് പാടലായി, അഭിനയിക്കലായി, സിനിമ വരെ എത്തി നിൽക്കുന്ന ഒരു കലാജീവിതം ഉണ്ട്. ആ ഇരട്ട ജീവിതം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കവിടെ ഗിരിജാ തിയേറ്ററിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സുദീർഘമായിട്ടുള്ള ഒരു അനുഭവ പാരമ്പര്യമുള്ള ഒരു കലാകാരനാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ആ കലാകാരനെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് സുഹൃത്തുക്കളാണ്. അതില് ലിംഗഭേദ വ്യത്യാസമില്ലാതെ നിരവധി സുഹൃത്തുക്കളുണ്ട്. ഈ പൊതുരാഷ്ട്രീയത്തിലേക്ക് ചിന്താധാരകളൊക്കെ ഒരുപാടുള്ള ഒരാളെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയ പക്ഷം ഉണ്ടാവും. അതിനെക്കുറിച്ച് എന്താണ്? ഞാൻ ഒരു ഇടതുപക്ഷക്കാരൻ. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ഞാനൊരു CPM-കാരനാണ്. CPM-കാരനാണ്. അങ്ങനെ പറയുന്നത് എനിക്കൊരു മടിയില്ല, ഒരു വിഷമവും ഇല്ല. അതിനെ മറികടക്കാവുന്ന ആ വിഷയത്തെ, എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം, മനുഷ്യരായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം വെക്കാവുന്ന ഒരു ഈസം എൻ്റെ കൺമുന്നിൽ പെട്ടിട്ടില്ല, എൻ്റെ അനുഭവത്തിലില്ല. അതില്ലാത്ത കാലത്തോളം ഞാൻ അതിൽ തന്നെ ആയിരിക്കും.
അതിൽ തന്നെ ആയിരിക്കും നമ്മൾ തുടർന്നത്. അപ്പൊ അങ്ങനെ ശക്തമായിട്ട് നാട്ടിൽ പ്രാദേശികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മണ്ഡലത്തിലൊക്കെ സജീവമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സാംസ്കാരിക രംഗത്ത് ആ. അങ്ങനെയാണ് എനിക്ക് ഒരു ഇഷ്ടം ആ. എന്ന് കരുതിയിട്ട് ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊന്നുമില്ല. ഇല്ല, എന്ന് കരുതി നമുക്ക് എന്നും എല്ലാ കാലത്തും ചില കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ, അല്ല, അഭിപ്രായങ്ങൾ. എൻ്റെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ്. അതിൽ ഞാൻ മാത്രമേ അടുത്തേക്ക് തിരിഞ്ഞിട്ടുള്ളൂ. ആ, ആ, ആ. അത് എൻ്റെ വാപ്പയും എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ അമ്മാവന്മാരും ഒക്കെയും എൻ്റെ പെങ്ങന്മാരും എല്ലാവരും അവർ ഒരു കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളാണ്. ഞാനും ഒരു KSUക്കാരനായിരുന്നു കോളേജ് കലാലയ കാലഘട്ടത്തിൽ. അതേസമയം ആ. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ യൂത്ത് കോൺഗ്രസ് ആയില്ല എന്നുള്ളതാണ്. ഞാൻ അന്നേ അവിടുന്ന് ഇതല്ല അതിൻ്റെ ഒരു ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുണ്ട്. അല്ലാണ്ട് വേറെ ഒരു പ്രേരണയായില്ല. അത് ശരിയായിരുന്നു എന്ന് ഇന്നും എനിക്ക് ബോധ്യമുണ്ട്. കാരണം നമ്മൾ ആശയങ്ങളിൽ വിശ്വസിക്കുന്നു, നമ്മുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. സമൂഹത്തിന് നല്ലത് സംഭവിക്കട്ടെ, കഥകൾ എഴുതട്ടെ, കവിതകൾ എഴുതട്ടെ, സൗഹൃദങ്ങൾ പടർന്ന് പന്തലിക്കട്ടെ എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഇതൊക്കെ അതിന് ഗുണം ചെയ്യും. നമ്മുടെ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയമല്ല. നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ എഴുത്തില്, നമ്മുടെ പാട്ടില്, നമ്മുടെ വാക്കില്, നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും അതുണ്ടാവും. നന്മ, സ്നേഹം അടിസ്ഥാനപരമായി സ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരാൾ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എന്തായാലും കടലോളം അനുഭവങ്ങളുള്ള ഒരാളുടെ കയ്യിൽ നിന്ന്, ആ കടലിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ വാരിയെടുത്തു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഈ പോഡ്കാസ്റ്റിന്റെ ഇത്രയും സമയം പിന്നിടുമ്പോൾ വളരെയധികം ആത്മബന്ധം തോന്നുന്ന തരത്തിലാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. ഇപ്പൊ എനിക്ക് ഏകദേശം ഇത്രയും സമയം നമ്മൾ സംസാരിച്ചു. ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതും മനോഹരമായൊരു പാട്ടിലൂടെ ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനോഹരാന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. മനോഹരങ്ങളായതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് കാണാൻ സാധിച്ചത്. ഒരു ഗംഭീരമായിട്ടുള്ള, നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് മൊയ്നിക്ക പാടണം എന്നാണ്. ഇപ്പൊ എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാല്, മൊയ്നിക്ക ചെയ്തതില് ഞാൻ അതിന് ഒരു കാര്യത്തിലേക്ക് കൂടി വന്നോട്ടെ. ഇപ്പോ സംഗീത സദസ്സുകൾ നടക്കുമ്പോൾ ബാബുക്കാട് പാട്ടുകളൊക്കെ പാടാറുണ്ട്. അപ്പൊ പ്രൊഫഷണലി അതോ സുഹൃത്തുക്കളിൽ മാത്രമായിട്ടാണോ? അല്ല, ഞാൻ പ്രൊഫഷണലി പാടാം. കേരളത്തിലുടനീളം കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയി പാടി. എല്ലാ ജില്ലയിലും പാടിയിട്ട് എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഞാൻ കൊണ്ടുവരാം. അതിനൊരു ട്രൂപ്പ് പോലുള്ള ഒരു സംഭവത്തില് നടക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മള് എത്ര സമയം വരുന്ന 2.5 മണിക്കൂർ പാടും. 2.5 മണിക്കൂർ. അതില് മൊയ്നിക്കയുടെ പാട്ടുകൾ മാത്രമല്ല, പാട്ടുകള് ഒരു സാധാരണ ഒരു ഷോ എന്ന് പറഞ്ഞാല് 18 മാക്സിമം 20 പാട്ടാണ്. അതിൽ 12 പാട്ട് എൻ്റെ പാട്ട് പാടും. അതായത് എന്റെ പാട്ടാണ് നിർബന്ധമല്ല, അത് കേൾക്കാൻ ആളുണ്ട്. അതിനാണ് എന്നെ വിളിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അടിച്ചേൽപ്പിക്കല്ല. പിന്നെ പുതിയ പാട്ടുകൾ അവരെ പരിചയപ്പെടുത്തും. പുതിയ പാട്ടുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പാടുക. വളരെ എന്താ പറയാ, കിട്ടുന്ന നിമിഷങ്ങളൊക്കെ സർഗാത്മകമാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നമുക്ക് ജീവിക്കണ്ടേ, വെറുതെ ജീവിച്ചാൽ പറ്റില്ലല്ലോ. നമുക്ക് ജീവിച്ചെന്ന് നമുക്ക് കൂടി തോന്നില്ല. ഉറങ്ങി ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞൊരു ആസ്വദിക്കുക എന്ന് പറഞ്ഞത് ജോലി ചെയ്യുമ്പോഴും ആസ്വദിക്കുക. എങ്ങനെ? നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയില്ല. നമ്മൾ വാച്ച് നോക്കില്ല ജോലി ചെയ്യുമ്പോൾ. അതേസമയം നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയാകുമ്പോൾ നമുക്കത് ബോറാവുകയും ചെയ്യും. നിരന്തരമായി സമയം നോക്കിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാണ്ട്. പലപ്പോഴും പലരും പറയാറുള്ളൊരു കാര്യമാണ്, ആസ്വദിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത്. ഒട്ടനവധി സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ പരാജയപ്പെട്ട് ഒരുപാട് പേര് ഉഴലുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഇന്നത്തെ കാലഘട്ടം. അതിനെ പലരും പല രീതികൾ കാണാറുണ്ട്. മൊയ്നൊക്കെ പറഞ്ഞതുപോലെ കഥ എഴുതലും കവിത എഴുതലും പാട്ട് കേൾക്കലും പാടലും ഒക്കെ ആയിട്ട് ആളുകൾ വളരെയധികം സന്തോഷിക്കട്ടെ. ഈ നാട്ടിൽ നന്മ കൂടുതലുണ്ടാവട്ടെ. അപ്പം ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ അതിഥിയായി വന്നതിന് വളരെയധികം സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെയും വളരെ രസകരമായിട്ടുള്ള ഈ എന്താ പറയാ, നമ്മൾ സന്തോഷമാവുന്ന ആസ്വദിച്ചൊരു ജോലി ചെയ്തൊരു ഫീല് തീർച്ചയായിട്ടും എനിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മൊയ്നിക്കയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മേടക്കാറ്റേ നാട് കടന്നു ഒക്കുവയിലേ
വാക്ക് മറന്നു. വേടക്കാറ്റേ നാട് കടന്നു, മുക്കുവയിലേ വാക്ക് മറന്നു. തോട്ടുവക്കില് കാലും നീട്ടിയിരിപ്പാണല്ലോ ബാല്യം, നാട്ടുവഴിയിൽ രോഗാതുരമുണ്ടല്ലോ കാലം. വേടക്കാറ്റേ നാട് കടന്നു, മുക്കുവയിലേ വാക്ക് മറന്നു. മുങ്ങാങ്കുഴിയിട്ടു കളിച്ചത് മിണ്ടാട്ടം, മുട്ടിപ്പോയത് മന്ദാരം, നട്ടു നനച്ചത് മൂവാണ്ടൻ, മാങ്ങ പറിച്ചത് മഷിത്തണ്ടാൽ വേദന മായ്ച്ചത് മറന്നു നാം, മഷിപ്പേനയിൽ തേൻ നിറച്ചത് നുകർന്നു. മഷിത്തണ്ടാൽ വേദന മായ്ച്ചത് മറന്നു നാം, മഷിപ്പേനയിൽ തേൻ നിറച്ചത് നുകർന്നു. വേടക്കാറ്റേ നാട് കടന്നു, മുക്കുവയിലേ വാക്ക് മറന്നു. മതിച്ചു വന്നത് മഴയാണ്, മറന്നു പോയത് പുഴയാണ്, ഒളിച്ചു നിന്നത് രാവാണ്, ഒലിച്ചു പോയത് കനവാണ്. നീണ്ട മൂക്കിൻ തുമ്പിലെന്നും ചുണ്ടിയൽപ്പം ഉണ്ടേ, മുക്കുറ്റിപ്പൂ തേടും നേരം പലകുറി ഞാനത് കണ്ടേ. നീണ്ട മൂക്കിൻ തുമ്പിലെന്നും ചുണ്ടിയൽപ്പം ഉണ്ടേ, മുക്കുറ്റിപ്പൂ തേടും നേരം പലകുറി ഞാനത് കണ്ടേ. വേടക്കാറ്റേ നാട് കടന്നു, മുക്കുവയിലേ വാക്ക് മറന്നു. നരച്ചു പോയത് ഞാനല്ലേ, തനിച്ചായതും ഞാനല്ലേ, പൊട്ടിപ്പോയത് പാട്ടല്ലേ, വറ്റിപ്പോയത് കൂട്ടല്ലേ. കണ്ണിൽ കണ്ണിൽ കണ്ടൊരു കാലം കൈമോശം വന്നേ, കരളു പകുത്ത് കവിത കുറിച്ചത് കഥയായും തീർന്നേ. കണ്ണിൽ കണ്ണിൽ കണ്ടൊരു കാലം കൈമോശം വന്നേ, കരളു പകുത്ത് കവിത കുറിച്ചത് കഥയായും തീർന്നേ. വേടക്കാറ്റേ നാട് കടന്നു, മുക്കുവയിലേ വാക്ക് മറന്നു. തോട്ടുവക്കില് കാലും നീട്ടിയിരിപ്പാണല്ലോ ബാല്യം, നാട്ടുവഴിയിൽ രോഗാതുരമ നിൽപ്പുണ്ടല്ലോ കാലം. വേടക്കാറ്റേ നാട് കടന്നു, മുക്കുവയിലേ വാക്ക് മറന്നു.